ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവാണ്. ഐക്യ ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പം ബാംഗ്ലൂർ ഐക്യ വന്നിട്ട് ഞങ്ങൾ ഇതുവരെ കാണാൻ പോയിട്ടില്ല. ബാംഗ്ലൂരിൽ നാഗസാന്തര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഐക്യ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഐക്യയിലെ ഫുഡിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്നൊരു സൺഡേ ആണ് ഞങ്ങൾ പോയത്. അപ്പം അവിടെ പോയി ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ഒരു 12:30 കഴിഞ്ഞു. ടൈം ഇപ്പോൾ കാണിക്കുന്നത് ഒരു 1:30 ആകുമ്പോഴത്തേനും എത്തുമെന്നാണ്. 1 മണിക്കൂറിന് മേലെ യാത്രയുണ്ട്. കാണാം ഇവിടെ നിന്ന് കിട്ടിയില്ല. നമ്മളിനി ഈ സെയിം ഇതിൽ കൂടെ പോയിട്ട് യൂ ടേൺ എടുക്കണം. അപ്പം നമ്മളിതാ ഐക്യയിലെത്തി. നല്ല രസമുണ്ട് ഐക്യ ഇരിക്കുന്ന ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഒരുപാട് വണ്ടിയൊന്നും ഞങ്ങൾ ചെല്ലുന്നോണ്ട് വരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടം പോലെ വണ്ടികളായിരുന്നു അവിടെ. അപ്പോൾ ആദ്യം നമ്മളൊരു 1:30 അവിടെ എത്തിയപ്പോഴത്തേനും. അപ്പോൾ വരുന്നതിന് ആൾക്കാർ ഫുഡ് കഴിക്കാനാണ് ആദ്യം പോകുന്നത്. കാരണം ഉച്ച സമയത്ത് ലഞ്ചിൻ്റെ ടൈമാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കേക്കും അതുകൊണ്ട് ചെറിയ കപ്പ് കേക്കുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് കപ്പ് കേക്കുകൾ, സ്പോഞ്ച് കപ്പ് കേക്ക്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ചിക്കൻ്റെ ഐറ്റംസ്, വെജ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ചിക്കൻ്റെ ഐറ്റംസ് വാങ്ങിച്ചു. ചിക്കൻ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയനായിട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ ടിക്ക, അങ്ങനെ പല പല ഡിഷസ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാം കൂടെ വാങ്ങിച്ച് പിന്നെ ലാസ്റ്റാണ് ബില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ട്രോളിയിൽ അത്യാവശ്യം മീറ്റ് ബോൾസ് ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് നമ്മൾ വാങ്ങിച്ചത്. പൊട്ടറ്റോ ചിപ്സ്, റൈസ് വാങ്ങിച്ചു. ഇത് വിൻ്റർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. മീറ്റ് ബോൾസാണിത്. സ്മാഷ്ഡ് പൊട്ടറ്റോയുണ്ട്. പിന്നെ കപ്പ് കേക്കും വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ ഫുഡ് കേട്ടോ. ഒരു ആവറേജ് ടേസ്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. കപ്പ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉള്ളിൽ ആ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. കപ്പ് കേക്ക് എനിക്കിഷ്ടമായി. പിന്നെ ദഹി വട ഉണ്ടായിരുന്നു, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓരോ ഭാഗങ്ങൾ കാണാനായിട്ട് പോയി. ഓരോ നിലയിലും ഓരോ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ബെഡ്റൂം സെറ്റപ്പാണ്. വീടിൻ്റെ ഉള്ളിൽ ബെഡ്റൂം ഇതുപോലെ അവർ സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്താൽ അവർ ആ ഒരു ഐഡിയയിൽ നമുക്ക് നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ കിഡ്സ് റൂം ഒക്കെ സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ഇതിപ്പോൾ ഇവരുടെ എല്ലാ പിന്നെ ഷെൽഫും ലൈറ്റ് കളറാണ്. അതായത് മിക്കതും പ്യുവർ വൈറ്റാണ്. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറ്, അങ്ങനെ ഒരു നമുക്കിഷ്ടപ്പെടുന്ന കളറാണ് അവരുടെ എല്ലാ മെറ്റീരിയലിനും. അപ്പോൾ ഇതൊക്കെ ബെഡ്ഷീറ്റാണ്. ഇതൊക്കെ ബെഡ്ഷീറ്റുകളാണ്. പിന്നെ കിച്ചണാണ്. ഇതൊരു കിച്ചണാണ്. ഈ കിച്ചൻ്റെ എനിക്ക് ഈ ചെറിയ ഈ വൈറ്റും ആ ചില്ലൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ നമ്മളുടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേന് വേറൊരു സ്റ്റൈലിലായിപ്പോൾ അങ്ങനെയിട്ട്. അപ്പോൾ നമ്മൾ മേൽഭാഗം എല്ലാം കണ്ട് കഴിഞ്ഞ് താഴോട്ട് മുഴുവൻ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റുന്ന ടേബിൾ മാറ്റ്, അതുപോലെ തന്നെ പാത്രങ്ങൾ, ചെറിയ ഷെൽഫുകൾ, ബോക്സുകൾ, ചെറിയ ബൗൾസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഐക്യയുടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെ വൈറ്റ് കളറിലാണ്. ഓരോ ഷെൽഫൊക്കെ നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ ചെറിയ ഷെൽഫൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ വയ്ക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി. അവസാനം നമുക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് രാത്രിയായി. കാരണം നമ്മൾ ഉച്ചയായപ്പോഴല്ലേ എത്തിയേ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മണി കഴിഞ്ഞു, 6:30 എങ്ങാണ്ട് കഴിഞ്ഞു, 7 മണി എങ്ങാണ്ടായിന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുൾ ആ ഒരു ആംബിയൻസിൽ നമ്മൾ അവിടെ അങ്ങ് നിന്ന് പോകും. ഒരുപാടുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. കാരണം സൺഡേ അല്ലേ. വൈകുന്നേരം ആയപ്പോഴത്തേനും എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ബ്ലോക്കും. അങ്ങനെ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ വലിയ ബ്ലോക്കൊന്നും കാണിക്കുന്നില്ല, ട്രാഫിക്കൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഓരോ ഭാഗത്തും നമ്മൾ ചെല്ലുമ്പോഴും വലിയ ക്യൂ ആണ്. അങ്ങനെ നമ്മൾ രാത്രി ഒരു 9 മണിയും കണ്ടായപ്പോഴാണ് തിരിച്ച് വീട്ടിലെത്തിയത്. ഇനി ഞാൻ ഐക്യയിൽ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒന്ന് ഇതാണ് നമ്മൾ ഐക്യയിൽ വാങ്ങിച്ച, ഇതല്ല കേട്ടോ, ഈ സ്റ്റാൻഡ്, ഇതാണ് ഐക്യയിൽ വാങ്ങിച്ച സാധനങ്ങൾ. ഇത് നമ്മുടെ കിച്ചണിൻ്റെ സ്പേസും നമുക്ക് പിന്നെ
സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം 1, 2 അടിയിലോട്ട് എന്തെങ്കിലും വയ്ക്കാം. അപ്പം ഞാനിവിടെ എന്നാ വെച്ചേക്കുന്നത് വെച്ചാൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളാണ്. ചായപ്പൊടി, പഞ്ചസാര, ഷുഗർ ഫ്രീ, പിന്നെ കുറച്ച് ഈ പിസ്സയിലും പാസ്തയിലും അതുപോലെ തന്നെ ചോറൊക്കെ ഞാൻ കുട്ടികൾക്ക് കിഡ്സ് ലഞ്ച് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഈ സീസണിങ്സ് ഒക്കെ ഇട്ടിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതും ഈ ചെറിയ 3 കുപ്പികൾ ഐക്യെന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ 3 എണ്ണമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇത് ഒട്ടിക്കാൻ പറ്റുന്നതാണിത്. അങ്ങനെ ചുമ്മാ ചെയ്താൽ മതിയോ? ഇപ്പം നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇത് ഊരിയിട്ട് ഇഷ്ടമുള്ളിടത്ത് കൊണ്ടിട്ട് ഒട്ടിക്കുക. ഇപ്പം ഞാനിത് ഈ ഒരു സ്ഥലത്താണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ അതിൻ്റെ അകത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ പാത്രമാണെങ്കിലും കണ്ടോ, എല്ലാം ഒരു വൈറ്റ് കളർ. ഇത് കണ്ടോ, ഇതൊരു വൈറ്റാണ്. അതുപോലെ തന്നെ ഇതൊരു വൈറ്റ് കളറാണ്. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് സാധനങ്ങൾ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ പാത്രം നമ്മൾ കഴുകി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ പാട് നമുക്ക് കിട്ടും. ഈ പാടിൻ്റെ മേലെ നമ്മൾ ഈ പാത്രം വയ്ക്കുമ്പോൾ വെള്ളം ആ പാടിലോട്ട് വീണ് പാത്രം ഉണങ്ങുകയും ചെയ്യും. അതുപോലെ തന്നെ താഴെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്ക് വെള്ളം വീഴത്തുമില്ല. അപ്പോൾ ഈ പാട് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. എത്ര തണുപ്പുള്ള സ്ഥലത്ത് വെച്ചാലും പെട്ടെന്ന് ഡ്രൈ ആവും, ഒരു സ്മെല്ലോ ഒന്നും വരത്തില്ല. കണ്ടോ, നമുക്ക് ഇപ്പം പെട്ടെന്ന് ഇത് കണ്ടോ, ഇതുപോലെയൊക്കെ ഉള്ള ഈ വിൻഡോയുടെ ഇടയ്ക്ക് കൂടെയൊക്കെ ഉള്ള പൊടികൾ ഇതേപോലത്തെ ചെറിയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണിത്. നല്ല പിന്നെ ഇതൊരു ചെറിയ എന്തുവാ ഡസ്പാനും ചെറിയ ബ്രഷും നല്ല ക്യൂട്ടല്ല ഇതിൻ്റെ കളർ, അതുകൊണ്ടും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ബൗൾ ഞാൻ വാങ്ങിച്ചു. മാവൊക്കെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. നമുക്കിത് കണ്ടോ, ഈ ഫ്രിഡ്ജിൻ്റെ ചെറിയ ബോക്സുകൾ കിട്ടും നമുക്ക് പാർട്സ് ആയിട്ട് സെപ്പറേറ്റ് സിംഗിളായിട്ട് വാങ്ങിക്കാൻ വേണ്ടി. അപ്പം ഞാനിതൊരെണ്ണം വാങ്ങിച്ചു. ഈ തൈരൊക്കെ നമ്മുടെ ഈ ഫ്രിഡ്ജിന് പ്രത്യേക സ്പേസ് ഇല്ല. അപ്പോൾ ഇത് തൈരോ പാലോ ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ ഇതിലങ്ങോട്ടേക്ക് വെക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നോളൂ. ഇത് ഈ തുണി തൂക്കിയിടുന്ന കൊളുത്താണ്. ഇത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ ഒട്ടിക്കേണ്ട വേറെ എവിടെയെങ്കിലും ഒട്ടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇത് ഊരി മാറ്റിയിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് ഒട്ടിക്കാം. അതാണ് ഞാനിത് ഒട്ടിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ഇവിടെ അങ്ങ് പ്രസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. അങ്ങനത്തെ ചെറിയ ബൗള് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോ പച്ചക്കറിയോ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അധികം കട്ടിയൊന്നുമില്ല. ഇതേപോലത്തെ കുറച്ച് ഹാങ്കർ വാങ്ങിച്ചു. പിന്നെ ഐക്യെന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് അയൺ ടേബിൾ. ചെറിയ അയൺ ടേബിളാണ്. ഇതിങ്ങനെ നമുക്കിതാ ഇങ്ങനെ വൃത്തിയിട്ട് കട്ടിലേൽ വെച്ചിട്ട് പ്ലഗ് എവിടെയാണോ ഉള്ളത് അതിനോട് ചേർന്ന് കട്ടിൽ കിടക്കുവാണെങ്കിൽ കട്ടിലേൽ വെച്ചിട്ട് നമുക്കിത് തേക്കാൻ പറ്റും. നല്ല ഉറപ്പിൽ നിൽക്കും. അതായത് ഇങ്ങനെ തെന്നിയൊന്നും പോലെ, കാരണം ഇവിടെ ബുഷുണ്ട്, റബ്ബറിൻ്റെ ബുഷൊക്കെ ഉള്ളതുകൊണ്ട് തെന്നിയൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ സ്പേസും നമുക്ക് ഒരുപാട് ലാഭിക്കാം. തേച്ചതിന് ശേഷം ഇങ്ങനെ മടക്കി നമുക്കിത് ചെറിയ അലമാരിയൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ ചെറിയ നമുക്ക് വെക്കാൻ വലിയ അയൺ ടേബിളിൽ എപ്പോഴും നിവർത്തിയിട്ട് വയ്ക്കാൻ നമുക്ക് ശരിക്കും ഇവിടെ സ്ഥലമില്ല. നമ്മുടെ എല്ലാം ഒരു കറക്റ്റായിട്ടുള്ള റൂമുകളാണ്. ഓരോ സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വേറെ ഒന്നും വയ്ക്കത്തില്ല. ഈ ഒരു ബോക്സ് ഐക്യെന്ന് വാങ്ങിച്ചതാണ്. ചെറിയ ടവൽസ് ഇതിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ ഈസിയാണ്. പിന്നെ ബെഡ് കവറാണ് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത്. ബെഡ് കവർ നമ്മൾ ഈ ബെഡ്ഷീറ്റ് അല്ല, ബെഡ് കവർ. അതാകുമ്പോൾ ഈ കവർ പോലെ ഇരിക്കും. നമുക്കത് പെട്ടെന്ന് യൂസ് ചെയ്യാനും ബെഡ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ബെഡ് കവർ സാധാരണ ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് തന്നെയാണ്. അതുപോലെ തന്നെ പില്ലോയുടെ കൂടെ പിന്നെ നമ്മൾ ക്വിൽട്ടും അതിനുള്ള കവറും അതാണ് നമ്മളെ മേൽഭാഗത്ത് വിരിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഐക്യെന്ന് വാങ്ങിച്ച സാധനങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.